ഹായ് ഓൾ, ഇത് 6th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ടെസ്റ്റ് ആണ്. ദ ബോട്ട് എന്ന് പറയുന്ന ഒരു പോമാണ് കെ സച്ചിദാനന്ദനാണ് എഴുതിയിട്ടുള്ളത്. ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹാവ് യു എവർ ബീൻ അഫക്റ്റഡ് ബൈ ഓർ ബീൻ എ വിറ്റ്നസ് ടു എ നാച്ചുറൽ ഡിസാസ്റ്റർ? വാട്ട് വെർ യുവർ എക്സ്പീരിയൻസ് ആൻഡ് ഇംപ്രഷൻസ്? ഇതിപ്പോൾ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ, അതായത് സുനാമിയോ വെള്ളപ്പൊക്കമോ മണ്ണിടിച്ചിലോ നിങ്ങൾ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? ആ ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നേരെ പോമിലോട്ട് വരാം. എ സിക്ക് മദർ പ്രഗ്നന്റ് ഡോട്ടർ എ സൺ ഹൂ ലുക്സ് ആഫ്റ്റർ അറ്റ് ഹോം. ദ റെസ്ക്യൂ ബോട്ട് ഹാസ് സ്പേസ് ലെഫ്റ്റ് ഓൺലി ഫോർ വൺ. എന്താണ് നമുക്ക് ആ ഒരു പിക്ചർ കാണുമ്പോഴേ അറിയാം. ഒരു വയ്യാത്ത ഒരു മദറും അതുപോലെ ഒരു ഗർഭിണി അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയ ഒരു ഡോട്ടറും പിന്നെ ഒരു കുട്ടി മാത്രമാണ് ആ ഒരു വീട്ടിൽ അവശേഷിച്ചിരിക്കുന്നത്. ആ ഒരു വന്ന റെസ്ക്യൂ ബോട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ ഒരു പിക്ചർ കാണുമ്പോൾ അറിയാം അവിടെ വെള്ളപ്പൊക്കമാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാ വീടുകളും മരങ്ങളും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെസ്ക്യൂ ബോട്ടിൽ ഇനി ആകെ ഒരാൾക്കുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. പക്ഷേ 3 പേരുണ്ട്. ദ 3 quarrel among themselves not to get into the boat but for the other 2 climbing. എന്താണ് ഈ 3 പേരും പരസ്പരം കലഹിക്കുകയാണ്, quarrel ചെയ്യാണ്. എന്താണ് നിങ്ങൾ ആദ്യം കയറി, നിങ്ങൾ കയറി, ആകെ ഒരു സ്പേസ് ഉള്ളത്, താൻ കയറിക്കും, ഞാൻ കയറുന്നില്ല എന്ന രീതിയിൽ എന്ത് ചെയ്യാണ്, പരസ്പരം ഈ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയാണ്. ട്രാജഡി മേക്ക് ഹ്യൂമൻ ബീങ് സെൽഫ്ലെസ് ആൻഡ് ഡെത്ത് ഫിയർലെസ്. ഇതെന്താണ് ഈ ഒരു ലൈൻ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു പോയിന്റ് ആണ്. എന്താണ് എന്തെങ്കിലും ദുരന്തങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാജഡി സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സ് മനുഷ്യൻ എന്താവുന്നത്, അത് മറ്റുള്ളവരോട് ആ ഒരു സഹാനുഭൂതി തോന്നി തന്റെ സ്വന്തം ജീവൻ പോലും കളഞ്ഞ് മറ്റുള്ള ഒരാളെ രക്ഷിക്കാൻ ഒരു മനസ്സ് തോന്നുന്നത് എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുമ്പോഴാണ്. നമുക്കറിയാം, വെള്ളപ്പൊക്കം വന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നിപ പോലുള്ള കോവിഡ് വൈറസ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്ന സമയത്താണെങ്കിലും മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ, പൊളിറ്റിക്സ് ഒന്നും നോക്കാതെ ഇങ്ങനെ ഒറ്റക്കെട്ട് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു ട്രാജഡി സംഭവിക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യനാണെങ്കിലും സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് മറ്റുള്ളവരെ രക്ഷിക്കാൻ നോക്കും. അപ്പം ഈ ഒരു ചെറിയൊരു പോയമാണിത്. ഇതിൻ്റെ നോട്ട്സും ആക്ടിവിറ്റീസൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് തരാം. താങ്ക് യു ഫോർ വാച്ചിങ്.